ഡിയർ പ്രഭുജീസ് ആൻഡ് മാതാജീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം നൽകുകയാണ്. ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും ഭക്തന്മാരുടെയും എല്ലാം ബ്ലെസ്സിങ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധമാധവ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി, ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി, യശോദനന്ദന ഹൃജനരഞ്ജന യമുന തീരാവനചാരി, യശോദനന്ദന ഹൃജനരഞ്ജന യമുന തീരാവനചാരി, ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. നമ്മുടെ ഇന്നത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ്. 1:8:13. 1:8:13. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയെ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തി ഭവതി നഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘേ ദേഹിരം കൃപാതമകം വന്ദേ ശ്രീ ഗുരു ദീനതാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. ഇനി നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കാം. 1:8:13. ആദ്യം ഞാൻ ശ്ലോകം റിപ്പീറ്റ് ചെയ്യാം. വ്യസനം ഭീഷ്യ തത്തേശം അനന്യ വിഷയാത്മനാം സുദർശനേന സ്വസത്രേണ സ്വാനാം രക്ഷ്യ വ്യാദാദിപും. വ്യസനം ഭീഷ്യ തത്തേശം അനന്യ വിഷയാത്മനാം സുദർശനേന സ്വസസ്ത്രേണ സ്വാനാം രക്ഷ്യ വ്യാദാദിപും. വ്യസനം വീക്ഷ്യ തദ്ദേശം അനന്യ വിഷയാത്മനാം സുദർശനേന സ്വസസ്ത്രേണ സ്വാനാം രക്ഷ്യ വ്യാദാദിപും. നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. വ്യസന മഹാവിപത്ത്, വീക്ഷ്യ വീക്ഷിക്കുകയാൽ, തൽ ആ തേശം അവരുടെ, അനന്യ വിഷയ മറ്റൊരു മാർഗവും, ആത്മന അപ്രകാരം മനച്ചായോടെ അനുകൂല ഭാവത്തോടെ, സുദർശനേന ശ്രീകൃഷ്ണ ഭഗവാന്റെ സുദർശന ചക്രത്താൽ, സ്വ അസ്ത്രേണ ആയുധത്താൽ, സ്വാന സ്വഭക്തരുടെ ഭഗവത്ഭക്തരുടെ, രക്ഷാ സംരക്ഷണം, വ്യാദാൻ നിർവഹിച്ചു, വിഭും സർവശക്തൻ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ കി ജയ്. വിവർത്തനം. സർവശക്തനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ പൂർണ്ണ സമർപ്പിതാത്മാക്കളായ തന്റെ ശുദ്ധഭക്തർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ ദർശിക്കിയാൽ അവരെ സംരക്ഷിക്കാനായി തൽക്ഷണം തന്റെ സുദർശന ചക്രം എടുത്തു. ഭാവാർത്ഥം. അശ്വത്ഥാമാവ് പ്രയോഗിച്ച പരമ ആയുധമായ ബ്രഹ്മാസ്ത്രം അണുവായുധത്തിന് സമാനമാണ്. എന്നാൽ അവയേക്കാൾ അത്യധികം താപവും തേജപ്രസരണവും ഉണ്ടെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സൂക്ഷ്മതരമായ ശബ്ദങ്ങളുടെ വേദമന്ത്രങ്ങളുടെ ഫലമാകിയാൽ ഈ ബ്രഹ്മാസ്ത്രം അധികതരമായ മേൽത്തരം ശാസ്ത്രത്താൽ ഉത്ഭൂതമായവയാകുന്നു.
ലക്ഷ്യത്തെ ഒഴികെ മറ്റൊന്നിനെയും പ്രഹരിക്കപ്പെടാത്തതിനാൽ ഈ അസ്ത്രം അണുവായുധങ്ങളെ പോലെ അന്ധമായവയല്ല എന്നതാണ് മറ്റൊരു മേന്മ. പാണ്ഡവകുലത്തിലെ സകല പുരുഷജനങ്ങളെയും വധിക്കാനായി മാത്രമാണ് അശ്വത്ഥാമാവ് ഈ അസ്ത്രം പ്രയോഗിച്ചത്. ആകയാൽ ഒരർത്ഥത്തിൽ ഇത് അണുവായുധത്തെക്കാൾ അധികതരമായി മാരകമാകുന്നു. എന്തെന്നാൽ ഇതിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോലും തുളച്ചു കയറാനാകുന്നു. ഒരിക്കലും അതിന് ലക്ഷ്യഭ്രംശം സംഭവിക്കുന്നുമില്ല. ഇവയൊക്കെ സമഗ്രമായി ഗ്രഹിക്കിയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തരെ സംരക്ഷിക്കാനായി തൽക്ഷണം തന്നെ സുദർശന ചക്രത്തെ ആവാഹിച്ചു വരുത്തി. ഭഗവത് ഭക്തർ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ സുവ്യക്തമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഭക്തിയുത സേവനത്തിന്റെ അനുപാതമനുസരിച്ച് ഭഗവാൻ ഭക്തന്മാരോട് ഉചിതമായി പെരുമാറുന്നു. യാത്മനാം എന്ന പദം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. പാണ്ഡവരെല്ലാവരും സ്വയം യോദ്ധാക്കളാണെങ്കിൽ തന്നെയും ഭഗവത് സംരക്ഷണത്തെയാണ് പാണ്ഡവർ 100% ആശ്രയിക്കുന്നത്. എന്നാൽ ഭഗവാൻ മഹായോദ്ധാക്കളെ പോലും അവഗണിച്ച് ഒട്ടും വൈകാതെ അവരെ പരാജയപ്പെടുത്തുന്നു. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള സമയം പാണ്ഡവർക്കില്ല എന്ന് ദർശിച്ച ഭഗവാൻ തന്റെ ശബ്ദത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ആയുധത്തെ കയ്യിലേന്തി കുരുക്ഷേത്ര യുദ്ധം മിക്കവാറും സമാപ്തമായ സാഹചര്യത്തിൽ ഭഗവാൻ തന്റെ ശബ്ദമനുസരിച്ച് ആയുധം കയ്യിലേന്താൻ പാടുള്ളതല്ല. എന്നാൽ ആപത്ഘട്ടം ശബ്ദത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു. ഭഗവാനെ ഭക്തവത്സലൻ അഥവാ തന്റെ ഭക്തന്മാരോട് പ്രീതിയുള്ളവൻ എന്ന് അതിശ്രേഷ്ഠമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ആകയാൽ തന്റെ ശബ്ദത്തെ ഒരിക്കലും ലംഘിക്കാത്ത ലൗകിക സദാചാരനിരതനായ ഒരാളേക്കാൾ ഭക്തവത്സലനായി തന്നെ തുടരാനാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാഖ്യം ദദാതി സൗഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാ നിത്യം തം സജീവം സാദൈതം സവദൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദം സഹഗണ ലളിതാ ശ്രീ വിശാഖാന്യതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേഭ്യ കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഒരിക്കൽ കൂടി വായിക്കാം. സർവശക്തനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ പൂർണ്ണ സമർപ്പിതാത്മാക്കളായ തന്റെ ശുദ്ധ ഭക്തന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ ദർശിക്കിയാൽ അവരെ സംരക്ഷിക്കാനായി തൽക്ഷണം തന്റെ സുദർശന ചക്രം എടുത്തു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, 8ാം അധ്യായം കുന്തിദേവിയുടെ പ്രാർത്ഥനയും പരീക്ഷിത്ത് രാജാവിന്റെ ത്രാണനത്തിനെയും പറ്റിയാണ്. കഴിഞ്ഞ അധ്യായത്തിലാണെങ്കിലോ പുത്രന്മാരെ വധിച്ച അശ്വത്ഥാമാവിനെ അർജുനൻ ഉചിതമായ ശിക്ഷ നൽകുന്നു. അനന്തരം യുദ്ധമെല്ലാം ഏകദേശം സമാപിച്ചിരിക്കുന്ന ആ സന്ദർഭത്തില് അത് യുധിഷ്ഠിരനും സഹോദരന്മാരും എല്ലാവരും കൂടി ചേർന്ന് കുന്തിദേവിയും ദ്രൗപദിയും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും എല്ലാവരും കൂടെ ചേർന്നിരിക്കുകയാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, കാരണം 2 കൂട്ടർക്കും വളരെ കനത്ത നഷ്ടമാണ് ഈ യുദ്ധം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും 2 കൂട്ടർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവര് പരസ്പരം സമാശ്വസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ അവസരത്തില് ഭഗവാൻ ശ്രീകൃഷ്ണനും ഇവിടെ സന്നിഹിതനായിരുന്നു. ശരിക്കും നമുക്ക് ഈ ഒരു പാസ്റ്റ് ടൈമിൽ നിന്ന് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പ്രണാമം മാതാജി. ശബ്ദം തീരെ കുറവാ മാതാജി, ഇത്തിരി കൂടെ ഉറക്കെ പറയാൻ പറ്റുമോ? ശരി മാതാജി, ശരി. ഈ ഒരു പാസ്റ്റ് ടൈമിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു മനുഷ്യന്റെ ഫാൾസ് ഈഗോ, അയാളുടെ സെൽഫിഷ്നെസ് എല്ലാം കൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിന് കാരണമായത്. നമുക്കറിയാം, ഇവിടെ ദുര്യോധനന്റെ ആ സെൽഫിഷ്നെസ്സും അദ്ദേഹത്തിന്റെ ആ സെൽഫ് പ്രൈഡും ഫാൾസ് ഈഗോയും ഒക്കെയാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതിനെ
സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവനായ ശകുനിയും ദുശാസനും കർണനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ജന്മനാ അന്ധനായ അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ മക്കളോടുള്ള അന്ധമായ സ്നേഹത്താല് ഈ ഒരു യുദ്ധത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്ക് നമുക്കറിയാം ഭഗവാന്റെ ഹിതത്തിനെതിരായിട്ട് ഒന്നും തന്നെ നടക്കുകയില്ലെന്ന് നമുക്കറിയാം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അതിന് നമുക്ക് ഒരു പ്രതിവിധിയും ഇല്ല എന്നും നമുക്കറിയാം. യുദ്ധത്തിന് യുധിഷ്ഠിരന് ഈ യുദ്ധത്തിന്റെ ഭഗവാൻ അതിന് ഉദ്ദേശിക്കുന്ന ഒരു ധർമ്മയുദ്ധമാണ്. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം കഴിഞ്ഞ അവസ്ഥയിലും യുധിഷ്ഠിരനാണെങ്കിൽ ആരോടും വിരോധമൊന്നുമില്ല, ആരോടും ദേഷ്യവുമില്ല. ദുര്യോധനോട് പോലും അദ്ദേഹം കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും തന്റെ ബന്ധുക്കളുടെ മരണത്തിൽ ആകെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന യുധിഷ്ഠിരനെ ഭഗവാൻ സമാശ്വസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു 3 അശ്വമേധയാഗം നടത്താൻ പറയുന്നു. നമുക്കറിയാം ഇന്ദ്രനെ 100 അശ്വമേധയാഗമൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട യുധിഷ്ഠിരൻ 3 അശ്വമേധയാഗം നടത്തി തന്നെ വളരെ പ്രശസ്തനാകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ അവരെ എല്ലാം ആശ്വസിപ്പിച്ചിട്ട് ബ്രാഹ്മണർക്ക് ഉചിതമായ വേണ്ടുന്ന എല്ലാ ബഹുമാനങ്ങളും നൽകിയിട്ട് തിരിച്ചു പോകാനായിട്ട് തേരിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് ഉത്തര ഓടി വരുന്നത്. പാഖി പാഖി മഹായോഗൻ ദേവദേവ ജഗൽപതി എന്ന് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. ആരാണ് ഉത്തരയെന്ന് നമുക്കറിയാം. ഈ യുദ്ധത്തിലെ ഏറ്റവും വീരമൃത്യു വരിച്ച സുഭദ്രാപുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. അഭിമന്യു ശരിക്കും ഉത്തര തന്റെ ജീവന് വേണ്ടിയിട്ടല്ല ഭഗവാനോട് യാചിച്ചത്. തന്റെ ഗർഭപാത്രത്തിലുള്ള തന്റെ ശിശുവിന്റെ സംരക്ഷണമാണ് ഇവിടെ ഉത്തര അഭ്യർത്ഥിക്കുന്നത്. പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാനെ കാര്യം മനസ്സിലാക്കുന്നു. അശ്വത്ഥാമാവ് പാണ്ഡവകുലത്തിലെ അവസാനത്തെ ആന്തരിയെ വരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുന്നതെന്ന് ഭഗവാനെ ഉടനെ മനസ്സിലാക്കി. ശരിക്ക് അശ്വത്ഥാമാവിന്റെ ലക്ഷ്യം അപാണ്ഡവമായ ഒരു ലോകമാണെന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നു. ഈ ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ടിട്ട് 5 പാണ്ഡവരും അവരുടെ ആയുധങ്ങളെടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭഗവാന് മനസ്സിലായി അവർക്ക് അതിനൊന്നും ചെയ്യാനുള്ള ഒരു സമയം ഇവിടെ അവശേഷിക്കുന്നില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അതുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ തന്നെ തന്റെ സുദർശന ചക്രത്തെ ആവാഹിച്ചു വരുത്തി ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഭഗവാനെ നമുക്കറിയാം, ഭഗവാനെ ഒരുപാട് എനർജീസ് ഉണ്ടെന്നറിയാം. ആ എനർജി ഉപയോഗിച്ച് ഉത്തരയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ട് ശിശുവിനെ ഒരു രക്ഷാകവചം തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തെ ഭഗവാന് നിർവീര്യമാക്കുന്നു. ഭഗവാൻ ഭക്തവത്സലനാണ്. അദ്ദേഹം തന്റെ പ്രതിജ്ഞകളെക്കാൾ തന്റെ ഭക്തന്മാർക്കാണ് ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം തീരാറായ സമയത്ത് താൻ ആയുധമെടുക്കുകയില്ലെന്നുള്ള പ്രതിജ്ഞ ലംഘിച്ചാണ് പരീക്ഷിത് മഹാരാജാവിനെ ഇവിടെ രക്ഷപ്പെടുത്തുന്നത്. ഭഗവത്ഗീതയിലെ 9:31 ഭഗവാൻ അർജുനനോട് തന്നെ പറയുന്നുണ്ട്, കൗന്ദേയ പ്രതിജ്ഞാനാഹി നാമേ ഭക്തിയ പ്രണശതി എന്ന്. അതെ, എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറക്കെ പ്രഖ്യാപിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ പർപ്പോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭക്തിയുത സേവനത്തിന്റെ അനുപാതം അനുസരിച്ച് ഭഗവാൻ ഭക്തന്മാരോട് ഉചിതമായി പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഭഗവത്ഗീതയിലെ 4:11 എന്നുള്ള ശ്ലോകത്തില് കാണാം. യഥാമാം പ്രപത്യന്തി തം തദൈവ ഭജാമ്യഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശരണം പ്രാപിക്കുന്ന ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ശ്ലോകത്തിലെ അനന്യ വിഷയാത്മനാം എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അതായത് പാണ്ഡവർ ഭഗവാൻ കൃഷ്ണന്റെ ശരണാഗതി അടഞ്ഞവരാണ്. ഭഗവാൻ അവർ വളരെ പ്രിയപ്പെട്ടവരാണ്. 100% ഭഗവാനിൽ വിശ്വസ്തതയുള്ളവരുമാണ് പാണ്ഡവർ. ഭഗവാന് താനും തന്റെ ഡിവോട്ടീസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഭഗവാൻ യോഗേശ്വരനാണ്. അദ്ദേഹത്തിന് എന്തു വേണമെങ്കിലും തന്റെ മിസ്റ്റിക് പവർ കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാലോ അദ്ദേഹം തന്റെ ഭഗവത് ഭക്തന്മാരുടെ സ്വാധീനത്തിൽ അവർക്ക് അദ്ദേഹത്തിനെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, ദാമോദര ലീലയെ പറ്റി നമുക്കറിയാം.
തൻ്റെ മാതാവായ യശോദാമ്മയുടെ തന്നെ ബന്ധനത്തിലാക്കാനുള്ള അശ്രാന്ത പരിശ്രമം കണ്ട് ക്ഷീണിച്ച് അവശയായി ഇരിക്കുന്ന അമ്മയെ കണ്ട് സഹതാപം തോന്നി ശ്യാമസുന്ദരനായ കണ്ണൻ തന്നെ സ്നേഹത്തിന്റെ പാശത്താൽ ബന്ധിക്കാന് അമ്മയെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുരാണ ഗ്രന്ഥങ്ങള് ശ്രീമദ് ഭാഗവതം മുതലായവ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ നമുക്ക് തൻ്റെ ശുദ്ധഭക്തന്മാരുടെ സംരക്ഷണം എപ്പോഴും അഖിലേശ്വരനായ ഭക്തിവത്സലനായ ഭഗവാനെ എപ്പോഴും ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ തന്നെ ഒരു സംഭവം നമുക്ക് ഇവിടെ നോക്കാം. നമുക്കറിയാം, സുഭദ്രാപുത്രനായ അഭിമന്യുവിനെ എങ്ങനെയാണ് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിട്ട് അതിദാരുണമായിട്ട് എല്ലാവരും ചതിയിലൂടെ കൊല്ലുന്നതെന്ന് 6 പേര് ചേർന്നിട്ടാണ് നമുക്ക് അഭിമന്യുവിനെ കൊല്ലുന്നതായിട്ട് കാണുന്നത്. ഈ മരണവാർത്ത അറിഞ്ഞ അർജുനനെ ശരിക്കും പാണ്ഡവർക്ക് അഭിമന്യുവിനെ രക്ഷിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. ജയദ്രഥനാണ് അതിനെ അനുവദിക്കാതെ അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഒരു സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കുമെന്ന് അർജുനൻ ശപഥമെടുക്കുകയാണ്. ഭഗവാൻ അറിയാം ഇത് വളരെ പണിപ്പെട്ട ഒരു സംഭവമാണെന്ന് ഭഗവാന് മനസ്സിലാകുന്നു. ശരിക്കും പക്ഷേ അർജുനൻ സുഖമായി അന്ന് രാത്രിയിൽ ഉറങ്ങുന്നു. ഭഗവാനാണെങ്കിലോ തൻ്റെ അർജുനൻ എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ തനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സാരഥി ദാരുകനെ വിളിച്ചിട്ട് പറയുന്നു, തൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് റെഡിയായിട്ട് നിൽക്കണമെന്ന് പറയുന്നു. കാരണം എന്തെങ്കിലും അർജുനന് അപകടം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ തൻ്റെ ശംഖിലെ വൃഷഭാനോട്സ് പോലും അപ്പോൾ ഈ ആയുധങ്ങളുമായിട്ടൊക്കെ എത്തിച്ചേരണമെന്ന് ദാരുകനെ അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജയദ്രഥനാണെങ്കിലോ ഇത് കേട്ടിട്ട് വളരെയധികം ഭയപ്പെടുന്നു. എന്നിട്ട് ദ്രോണരെ സമീപിക്കുന്നു. ദ്രോണർ എന്താണ് ചെയ്യുന്നതെന്നോ, കഴിഞ്ഞ പ്രാവശ്യം ചക്രവ്യൂഹമാണെങ്കിൽ ഇപ്രാവശ്യം ഒരു ശകടവ്യൂഹമാണ് അവരുണ്ടാക്കുന്നത്. അത് ചക്രവ്യൂഹത്തെക്കാൾ ഭേദിക്കുന്നതിനേക്കാൾ വളരെ വളരെ ദുഷ്കരമാണ് ശകടവ്യൂഹത്തെ ഭേദിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴ് ശരിക്കും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴ് ദുര്യോധനന്റെ പരിപാടി എന്ന് പറഞ്ഞാല് യുധിഷ്ഠിരനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഭഗവാനെ അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല സാത്വികിയെ ഏൽപ്പിച്ചിട്ട് അർജുനനുമായിട്ട് തേരില് ജയദ്രഥനെ വധിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ശരിക്കും ഘോരമായ യുദ്ധം നടക്കുകയാണ്. അർജുനൻ ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട്. ഈ കൗരവ പക്ഷത്തുള്ള 11 അശ്വഗുണിപ്പടയിലെ 5 അപ്പോൾ തന്നെ അർജുനൻ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇപ്പോൾ ജയദ്രഥനെ വധിക്കാൻ ഉദ്യമിക്കരുത്, ഞാൻ പറയുമ്പോൾ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? തൻ്റെ സുദർശന ചക്രത്തെ ആവാഹിച്ച് വരുത്തിയിട്ട് സൂര്യനെ മറയ്ക്കുന്നു. പെട്ടെന്ന് സൂര്യാസ്തമനമായി എന്ന് ധരിച്ച കൗരവരെല്ലാം വളരെ സന്തോഷത്തിലാകുന്നു. അവരെല്ലാം വിജയഭേരി മുഴക്കുകയാണ്. ദുര്യോധനന് എപ്പോഴാണ് അർജുനൻ അഗ്നിയിൽ പ്രവേശിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അതേസമയം ജയദ്രഥനാണെങ്കിലോ അട്ടഹസിച്ചുകൊണ്ട് അർജുനനെ കളിയാക്കുകയാണ്. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, തൻ്റെ സുദർശന ചക്രം മാറ്റി വീണ്ടും സൂര്യനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ജയദ്രഥന്റെ തല ഖണ്ഡിച്ച് അത് ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന സ്വന്തം അച്ഛൻ്റെ മടിയിൽ ആക്കണമെന്നാണ് പറയുന്നത് അർജുനൻ. എന്നിട്ട് ഭഗവാനെ ശരിക്കും കൗരവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഭഗവാന് സുദർശന ചക്രം മാറ്റി സൂര്യനെ വീണ്ടും പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എടുത്തിട്ടുണ്ടല്ലോ ഒരു ക്ലാസ് ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെന്താ മറ്റേതാ വേറെ ഇതല്ലേ? ശരി. അങ്ങനെ ശരിക്കും അർജുനനെ ജയദ്രഥന്റെ തല അദ്ദേഹത്തിന്റെ അച്ഛന്റെ മടിയിൽ എത്തിക്കുന്നു. അച്ഛൻ ആ തലയടിച്ച് താഴോട്ടിടുമ്പോൾ അച്ഛനും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം നോക്കുകയാണെങ്കിൽ ഭഗവാൻ തൻ്റെ ഡിവോട്ടീസിനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് പാസ്റ്റീൽ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, യുദ്ധത്തിന്റെ 12ാം ദിവസമാണെങ്കിൽ ഭീഷ്മ പിതാമഹൻ താൻ പാണ്ഡവരെ പരാജയപ്പെടുത്തുമെന്ന് ദുര്യോധനന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ 5 അസ്ത്രങ്ങൾ അതിനായിട്ട് മാറ്റിവെക്കുന്നു. അതേ ഭഗവാൻ തന്നെ അർജുനനെ വിട്ട് അതെല്ലാം വാങ്ങിക്കുകയും ചെയ്യുന്നു.
എന്നിട്ട് ഭീഷ്മ പിതാമഹൻ എന്താണ് ചെയ്യുന്നത്? പിറ്റേ ദിവസം ഒരു വെള്ളപ്പാച്ചിൽ പോലെയാണ് അർജുനന്റെ നേരെ അസ്ത്രം അയക്കുന്നത്. അത് ശരിക്കും ഭഗവാനെയും അവരുടെ രഥത്തെയും അർജുനെയും എല്ലാം ഹനിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തില് ഭഗവാന് തന്നെ ട്രാൻസ്ഡെന്റലായിട്ടൊരു ഫിയർ ഉണ്ടായതുപോലെ തൻ്റെ ഭക്തനെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തേരിൽ നിന്ന് ചാടിയിറങ്ങി രഥത്തിന്റെ ഒരു ചക്രവും എടുത്തിട്ട് അത് ഭീഷ്മദേവന് നേരെ ഭീഷ്മദേവൻ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി വളരെ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. ശരിക്കും പൊടിപടലങ്ങൾക്കിടയിലെ തൻ്റെ അംഗവസ്ത്രമൊക്കെ കാറ്റിൽ പറന്ന് രഥത്തിന്റെ ചക്രം തന്റെ തലയ്ക്ക് മീതെ ഉയർത്തി നിൽക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായ രൂപം ഭീഷ്മദേവൻ മനസ്സിൽ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം മനസ്സാ ഭഗവാനെ വണങ്ങുകയും ചെയ്യുന്നു. താൻ ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞ തെറ്റിയെന്നും തെറ്റുന്നതൊന്നും ഭഗവാൻ ഒരു പ്രശ്നമേ അല്ല. തൻ്റെ ഭക്തന്റെ രക്ഷയാണ് പ്രാധാന്യമെന്ന് ഭഗവാൻ കരുതുന്നു. ഭക്തവത്സലനായ ഭഗവാൻ നമുക്കറിയാം, ദ്രൗപദിക്ക് കൗരവ സഭയിൽ വെച്ച് വസ്ത്രം നൽകി രക്ഷിച്ചതും അറിയാം. അതുപോലെ തന്നെ ആ സുപ്രീം പേഴ്സണാലിറ്റി പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാനെ വേറൊരു ദൂതന്റെ വേഷത്തില് കൗരവ സഭയിൽ എത്തിയ കാര്യവും നമുക്കറിയാം. ഇത് പാണ്ഡവർക്ക് വേണ്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാണ്ഡവരുടെ ജീവിതത്തിലെ എല്ലാ വിഷമാവസ്ഥയിലും ഭഗവാന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാനെ എപ്പോഴും അവർ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ പ്രയാസമേറിയ സാഹചര്യങ്ങളോ ഒക്കെ നമുക്ക് പലരിൽ നിന്നും ഉണ്ടാകുമ്പോഴും നമുക്ക് പലരിൽ നിന്നും, അതായത് നമ്മുടെ സീനിയേഴ്സിൽ നിന്നോ ഗുരുമഹാരാജിൽ നിന്നോ ഒക്കെ നമുക്ക് അതിന് വേണ്ടുന്ന കൗൺസിലിങ്ങോ ഗൈഡൻസോ ഇൻസ്പിറേഷൻസോ ഒക്കെ കിട്ടാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നേരിട്ടോ അല്ലാതെ ഭക്തന്മാരിലൂടെയോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഒരു ധ്രുവ മഹാരാജിന്റെ ഒരു കഥ നോക്കാം. അദ്ദേഹം ചെറിയ വയസ്സിലെ രാജ്യഭാരം ഏറ്റെടുക്കുകയാണ്. തൻ്റെ സഹോദരനായ ഉത്തമനെ യക്ഷന്മാര് വധിക്കുന്നു. അപ്പോൾ അതറിഞ്ഞ അദ്ദേഹം യക്ഷന്മാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. യക്ഷന്മാരാണെങ്കിലോ അവരുടെ മിസ്റ്റിക് പവർ കൊണ്ട് അസ്ത്രം കൊണ്ട് ധ്രുവ മഹാരാജിനെ മൂടുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് എല്ലാവരും കരുതുന്നു. അപ്പോൾ ആകാശത്തിലൂടെ സേജസ് പോയിട്ട്, അതായത് കുറെ സന്യാസിമാർ പോയിട്ട് ധ്രുവ മഹാരാജനോട് പറയുന്നു, നീ മഹാത്മാവാണ്, നാരായണ ഭക്തനാണ്, നീ നാരായണ മന്ത്രം ജപിച്ച് ആ മായയിൽ നിന്ന് പുറത്തു വരാൻ ഉപദേശിക്കുന്നു. അദ്ദേഹം പവിത്രമായ മന്ത്രം ജപിച്ച് മായയിൽ നിന്ന് പുറത്തു വരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ നേരിട്ടും അല്ലെങ്കിൽ സെയിൻലി പേഴ്സൺ ആയിട്ടും നമ്മളെ ഇലൂഷൻസിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നു എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മോടൊപ്പം ഗുരു, ശാസ്ത്രം, ഭഗവാൻ എല്ലാവരും ഉണ്ടായിരിക്കും എന്നുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. നമ്മളെ ഭഗവാൻ നേരിട്ട് സംരക്ഷിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ആ എൻഡ്യൂർ വേണം. ശരിക്കും നമ്മൾക്ക് ആ സിൻസിയറിറ്റി വേണം. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഭഗവത് സേവനത്തിലെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഭഗവാന്റെ ഒരു ലീല കൂടി നോക്കാം. ശരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിശദീകരിച്ച് പറയുന്നില്ല. അംബരീഷ മഹാരാജാവിനും ദുർവാസ മുനിയുടെയും കഥയാണ്. ദുർവാസ മുനി അംബരീഷ മഹാരാജനോട് ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ ഭഗവാന്റെ അക്ഷോഭ്യനായിട്ട് ഭഗവാന് അതിന്റെ മുമ്പിൽ അംബരീഷ മഹാരാജാവ് കൈകൂപ്പി നിൽക്കുകയാണ്. അത് കണ്ട ഭഗവാനെ ഉടനെ തന്നെ തന്റെ സുദർശന ചക്രത്തെ ദുർവാസ മുനിക്ക് നേരെ അയക്കുകയാണ്. ദുർവാസ മുനി ശരിക്കും ആദ്യം ബ്രഹ്മാവിനെ, പിന്നെ ശിവനെ, അത് കഴിഞ്ഞിട്ട് അവസാനം വിഷ്ണുപാദങ്ങളിൽ അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ഭക്തന്മാരുടെ കൺട്രോളിലാണെന്നാണ് അദ്ദേഹം ദുർവാസ മുനിയോട് പറയുന്നത്. ഇതിനെ ഭഗവാന് ശ്രീമദ് ഭാഗവതത്തിന്റെ 9:4-68 സ്ഥിരീകരിക്കുന്നുമുണ്ട്. സാധുവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം ത്വ അഹം മത് അന്യത്തേന ജനാതി നാഹം തേവ്യോ മനോജപി. എൻ്റെ പരിശുദ്ധ ഭക്തൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാനും എൻ്റെ പരിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എന്നെ അല്ലാതെ അവർ ഒന്നും അറിയുന്നില്ല. അതേപോലെ ഞാനും അവരെ അല്ലാതെ ആരെയും അറിയുന്നില്ല. അതെ, ഭഗവാനും തൻ്റെ പരിശുദ്ധ ഭക്തനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴവും ദൃഢതയും നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നു. അങ്ങനെ ദുർവാസ മുനി തിരിച്ച് അംബരീഷ രാജാവിന്റെ സമീപത്തെത്തി മാപ്പിരക്കുന്നു. ഒരു വൈഷ്ണവൻ ഒരിക്കലും തന്നോട് മറ്റുള്ളവരുടെ മോശം സ്വഭാവത്തെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അദ്ദേഹത്തിന് അത് ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ദുർവാസ മുനി സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷ നേടുന്നു.
ഇനി ചൈതന്യ മഹാപ്രഭു നമ്മളെ ഉപദേശിക്കുന്നത് പോലെ നമ്മളൊരു പരിശുദ്ധ ഭക്തന്റെ പാദപങ്കജത്തിൽ ഒരിക്കലും അപരാധം ചെയ്യാൻ പാടില്ല എന്നാണ്. അതായത് വൈഷ്ണവ അപരാധം. അത് മറ്റു അപരാധങ്ങളെക്കാൾ വളരെ സീരിയസ് ആയിട്ടുള്ള അപരാധമാണ്. അത് ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും എതിരായിട്ടുള്ള അപരാധമാണ്, ഭക്തിക്ക് എതിരുമാണ്. അത് നമ്മുടെ ഭക്തിയെ തന്നെ വേരോടെ പിഴുതെറിയാൻ പ്രാപ്തവുമാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് അതൊരു മതയാനിയെ പോലെ എങ്ങനെയാണോ എല്ലാം നശിപ്പിക്കുന്നത് അതുപോലെയാണെന്നാണ് പറയുന്നത്. വൈഷ്ണവ അപരാധം നമ്മുടെ ഭക്തിയെ പാടെ നശിപ്പിക്കുമെന്നാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് പോലും പുറത്തു പോകാൻ അത് ഇടയാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവത് ഭക്തന്മാരെ, തങ്ങളുടെ ജീവിതം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഭക്തന്മാരെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഭഗവത് ഭക്തൻ അത് ക്ഷമിച്ചെന്ന് വരും, പക്ഷേ ഭഗവാൻ ഒരിക്കലും അത് ക്ഷമിക്കുകയില്ല. ഇതിനെപ്പറ്റി ശ്രീമദ് ഭാഗവതത്തിലെ 10:74-40 പറഞ്ഞിട്ടുണ്ട്. അതായത് ആരാണോ ഭഗവാനെ പറ്റിയോ വൈഷ്ണവരെ പറ്റിയോ കുറ്റം പറയുന്നത്, അവരുടെ സമീപത്തു നിന്ന് നമ്മൾ പോയില്ലെങ്കിൽ അവരുടെ സുഹൃതി, അതായത് സ്പിരിച്വൽ ഫ്യൂച്ചർ എല്ലാം നഷ്ടപ്പെടുമെന്നാണ്, അവർ ഫാൾ ഡൗൺ ആകുമെന്നാണ് ആ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ തന്നെ തന്റെ ഭക്തന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് തന്നെ പറ്റി പ്രചരണം നടത്താൻ ഭക്തന്മാരെ എംപവർ ചെയ്തിരിക്കുന്നതും, അതായത് ശക്തി നൽകിയിരിക്കുന്നത്. ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. ചേതേശ്വരത്തിൽ പറയുന്നത് പോലെ ഏകോ ദേവ സർവഭൂതേഷു ഉഡാ സർവവ്യാപി എന്നാണ്. ഭഗവാൻ അന്തർബഹിർ അവസ്ഥിതമാണ്. നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ ദർശിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ഭഗവത് ഭക്തന്മാരിലൂടെ നമുക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ കാരുണ്യം ലഭിക്കാനും സാധിക്കും. നമ്മൾ ഒരു പവർ ഹൗസിലെ ഉദാഹരണം എടുത്താൽ, പവർ ഹൗസിലെ വോൾട്ടേജിനെ പറ്റിയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ബൾബ് കത്തി നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ മേഴ്സി നമുക്കും അദ്ദേഹത്തിന്റെ പ്യുവർ ഡിവോട്ടീസ് അതുപോലെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ജദായി മഡായിയുടെ കാര്യം, കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു അവർ രണ്ടുപേരും നിത്യാനന്ദ പ്രഭുവിനോട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു അവരെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിത്യാനന്ദ പ്രഭുവിന്റെ അഹൈതുകമായ മേഴ്സിയിൽ അവര് ഡെലിവർ ആകുന്നതും നമുക്ക് കാണാം. ചൈതന്യ ഭാഗവതത്തിൽ ഈ ഒരു സംഭവത്തിനെ പറ്റി വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആദ്യം ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് പിന്നെ മലയാളത്തിൽ പറയും. ചൈതന്യ ഭാഗവതത്തിലെ ആ ഒരു ഭാഗമാണ്. അത് ചൈതന്യ ഭാഗവതം 1.2 ഉള്ളതാണ്. Although they committed very conceivable sin, they were still free from offense against Vaishnava. They were just always intoxicated and had no opportunity to criticize Vaishnava എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജഗായി മദായി വളരെ വലിയ തെറ്റാണ് ചെയ്തത്, എന്നിട്ടും അവരെങ്ങനെ വൈഷ്ണവരോട് ചെയ്ത തെറ്റിൽ നിന്നും മോചിതരായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെപ്പോഴും മദ്യലഹരിയിലായിരുന്നു, പക്ഷേ അവർക്ക് വൈഷ്ണവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു അവസരവും ഉണ്ടായിരുന്നില്ലെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം, വൈഷ്ണവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എത്രയോ വലിയ അപരാധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സ്ക്രിപ്റ്റേഴ്സ് വരാഹപുരാണത്തിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭഗവാനെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം തോന്നാം. പക്ഷേ ഒരു ഭഗവത് ഭക്തനെ സെർവ് ചെയ്താൽ സ്പിരിച്വൽ പെർഫെക്ഷൻ കിട്ടുമെന്നുള്ളതിന് ഒരു സംശയമില്ലെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിനെ പറ്റി ശ്രീല പ്രഭുപാദർ തന്റെ ഭക്തനായ ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജിന് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററിലും ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴും അലർട്ടായിരിക്കണം, നീ ഏതെങ്കിലും ഒഫൻസ് ചെയ്യുന്നുണ്ടോ എന്ന്. അത് വളരെ ഒരു നല്ല ആറ്റിറ്റ്യൂഡാണെന്നാണ് അദ്ദേഹം തൻ്റെ ശിഷ്യനെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും അത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐ വിൽ പേഴ്സണലി ഡെലിവർ എനിവൺ ഹൂ അവോയ്ഡ്സ് criticizing others and once chant Krishna. I vow that this is the truth. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അതും ചൈതന്യ ഭാഗവതത്തിലെ 19.2.1.3 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലെ എന്താണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു പേഴ്സണലായിട്ട് തൻ്റെ ഭക്തന്മാരെ ക്രിട്ടിസൈസ് ചെയ്യാത്തവരെയും ഒരു തവണ ഭഗവാന്റെ നാമം കൃഷ്ണ എന്ന് ഉച്ചരിക്കുന്നവരെയും സംരക്ഷിക്കുമെന്നാണ്, പേഴ്സണലായിട്ട് സംരക്ഷിക്കുമെന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഇതും കൂടി ശരിക്കും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് ഭഗവാനെ അറിഞ്ഞോ അറിയാതോ വൈഷ്ണവ അപരാധം ചെയ്യാതിരിക്കാൻ എനിക്ക് ശക്തി നൽകണേ എന്ന് നമ്മളെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കണം.
നമുക്കറിയാം ഈ ലോകം ശരിക്കും ഡ്യുവാലിറ്റി നിറഞ്ഞതാണ്. ഓരോ നിമിഷവും ശരിക്കും നമ്മുടെ ഉള്ളിലാണെങ്കിലും പുറമെയാണെങ്കിലും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 10:14-58 പറയുന്നത് പോലെ പദം പദം യത് വിപദം ന തേശം എന്ന്, ഓരോ ചുവടിലും അപകടം പതിയിരിക്കുകയാണെന്ന്. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നിറയെ കലാമിറ്റീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മള് ശ്രീലപ്രഭുപാദ് ഈ ഒരു അവസരത്തിൽ 2 കാര്യം അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹം 2 കാര്യങ്ങൾ പറയുകയാണ്. ഈ ഭൗതിക ലോകത്തിലെ മിസറീസ് ശരിക്കും കമ്പൽസറിയാണ്, ദുരിതങ്ങൾ നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമുക്ക് ആ സഫറിങ്സിനെ നമുക്ക് ഓപ്ഷണൽ ആക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സോളിനെ കൂടുതൽ സ്പിരിച്വാലിറ്റിയിൽ പ്രോഗ്രസ് ചെയ്യാൻ സഹായിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ചാൻഡിങ്ങിലൂടെ പ്യൂരിഫൈ ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ വാസസ്ഥലമാവുകയാണെങ്കിൽ മനസ്സിലെ കലാമിറ്റീസ് എല്ലാം എൻഡ് ചെയ്യുമെന്ന് പറയുന്നു. നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭഗവത് പ്രേമത്തിന് ഉടമയാകുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സെൻസസിനെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയോ ഒന്നും ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു പറ്റുകയില്ല. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സെൻസസിനെയും മനസ്സിനെയും ഭഗവാന്റെ സേവനത്തിനായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ എപ്പോഴും ഗുരുവിനെയും കൃഷ്ണനെയും സന്തോഷിപ്പിക്കാനായി നമ്മൾ യത്നിക്കുക. നമുക്കറിയാം നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ എല്ലാ പർപ്പോട്ടിലും ഉള്ള ഒരു അൺഅലോയിഡ് ഡിവോഷണൽ സർവീസ്. നമുക്ക് വേറെ യാതൊരു ചിന്തയും ഇല്ലാതെ നമ്മൾ ഭഗവാനെ മാത്രം ഭഗവാന് വേണ്ടുന്ന സർവീസ് സേവനം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ എന്നും ജപിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ജപിക്കുന്നത് ശരിക്കുമുള്ള ഫീലിങ്ങോടുകൂടി ജപിക്കണം. നമ്മൾ ഭഗവാനോട് യാചിക്കണം, നമുക്കും മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവത് പ്രേമം കിട്ടണേ എന്ന് വേണം നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഭഗവാനോട് യാചിക്കേണ്ടത്. ഈ തെരഞ്ഞത്തിൽ ഞാൻ കേട്ട ഒരു ലെക്ചറിൽ നിന്നുള്ള ഒരു കോട്ട് കൂടി ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. അത് ഹിസ് ഹൈനസ് ഭക്തി വികാസ് മഹാരാജാവിൻ്റെ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്നുള്ള ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗൗഡീയ സമ്പ്രദായത്തിൽ തന്നെയുള്ള വംശിദാസ് ബാബാജി മഹാരാജിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനെ പറ്റിയാണ് പറയുന്നത്. വംശിദാസ് മഹാരാജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൗരകിഷോർ മഹാരാജാവിൻ്റെ, ബാബാജി മഹാരാജാവിൻ്റെ സമകാലീനനാണ്. അങ്ങനെ ഭക്തി സിദ്ധാന്ത മഹാരാജാവിനും അദ്ദേഹത്തിനെ പറ്റി അറിയാം. അവർ തമ്മിൽ ഇടപഴകിയിട്ടുമുണ്ട്. ഇദ്ദേഹം ശരിക്കും ഒരു അവധൂതനാണ്. ഈ നമുക്ക് അദ്ദേഹം പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷനെ പറ്റി നോക്കാം. അതായത് പറഞ്ഞിരിക്കുന്നത്, അത് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ജീവേ ദയാ നാമരുചി വൈഷ്ണവ സേവ ഇഹചാര ധർമ്മ നഹിസുന സനാതന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒരു ധർമ്മവും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജീവദയ എന്നാൽ എല്ലാ ജീവജാലങ്ങളോടുമുള്ള അനുകമ്പ, കമ്പാഷൻ. എല്ലാവരും ഭഗവാനിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ആണെന്നും എല്ലാവരും ഒരു സോൾ ആണെന്നുമുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. നാമേ രുചി എന്നാൽ ടേസ്റ്റ് ഓഫ് ഹോളി നെയിം. അത് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അനന്യ ചിന്ത എന്തോമാ. നമ്മൾ മറ്റുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാതെ ഭഗവാനെ മാത്രം ചിന്തിച്ച് നാമാപരാധങ്ങളൊന്നും കൂടാതെയുള്ള മഹാമന്ത്ര ജപമാണ് പറയുന്നത്. വൈഷ്ണവ സേവ, അത് ഭഗവാന്റെ ദാസന്റെ ദാസനെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വൈഷ്ണവർക്കും സേവനങ്ങൾ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ശരിയായ കമ്പാഷൻ, നമ്മുടെ ശരിയായ ദയെന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജീവാത്മാക്കളെ പ്രചരണം ചെയ്ത് കൃഷ്ണാവബോധം വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അതുവഴി നമ്മൾ എല്ലാവർക്കും കൃഷ്ണന് സേവനം ചെയ്യാനുള്ള അവസരവും കൃഷ്ണപ്രേമവും ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടുന്നത്. ശരിക്കും ഇതായിരിക്കണം ഒരു വൈഷ്ണവന്റെ സ്ഥായിയായ ഭാവം. എൻ്റെ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്നുള്ള റിയലൈസേഷൻ ഇത്രയൊക്കെയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അഡീഷനോ കറക്ഷനോ എന്ത് വേണമെങ്കിലും എല്ലാവർക്കും തരാം. കാരണം ഇതൊരിട്ടും പൂർണ്ണമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സജഷൻസും അഡീഷൻസും എല്ലാം ഞാൻ കാത്തിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നന്ദി മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्णा माता जी, प्रणाम। हरे कृष्णा, थैंक ഹരേ यू। കൃഷ്ണ.
ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം മാതാജി. നല്ല ക്ലാസ് ഹരേ ആയിരുന്നു കൃഷ്ണ. മാതാജി. ഹരേ പ്രണാമം. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ അറിയാനും കഴിഞ്ഞു. അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അറിയാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു സോ മച്ച് ഗർലീല മാജി. താങ്ക് യു ഫോർ നല്ല ക്ലാസ് ആയിരുന്നു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ക്ലാസ് പോയിന്റ്സ് അല്ല മാജി, നമ്മുടെ ക്ലാസ്സിന്റെ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തോട്ടെ മാജി. പറഞ്ഞോ. അതായത് നമ്മുടെ ഓൺലൈൻ സൂം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ 8 ആവുമ്പോഴത്തേനും നമുക്ക് 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാണ് മാജി. അപ്പോ അന്ന് നമ്മള് ദേവീനന്ദൻ പ്രഭുവിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് എല്ലാവരും പങ്കെടുക്കുക. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുക. അപ്പൊ ഇതുവരെ ക്ലാസ് എടുത്തതും എല്ലാവരും സഹകരിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതൊരു അനൗൺസ്മെന്റ് ആണ്. അപ്പൊ ഏപ്രിൽ 8 നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് മാജി. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. സൂം തന്നെയാണ് മാജി. പ്രഭു വരുന്നില്ല, സൂം തന്നെയാണ്. നമ്മുടെ ഈ 8 മണി ക്ലാസ് അന്ന് ദേവീനന്ദൻ പ്രഭു എടുക്കും. ശരി ശരി ശരി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞിരുന്നെങ്കിൽ നന്ദി മാജി, വളരെ സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു വർഷം കൃഷ്ണകൃപയാൽ നമ്മള് ഭാഗവതം ഒരുമിച്ച് കൂടി 1 വർഷം തികയുകയാണ്. അപ്പോൾ 1 വർഷം ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഭഗവാന്റെ കൃപയാൽ ഭാഗവതത്തിലൂടെ കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുകീർത്തി പ്രഭു ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ മെമ്പേഴ്സ് ഭാഗവതം ക്ലാസ്സിന് മുന്നോട്ട് വരികയും കുറെ ആൾക്കാർ ശരീരം ഉപേക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്യും. എന്തായാലും ഭാഗവതം മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ 18,000 ദിവസം വേണം. ഏകദേശം 47 വർഷമാണ് വേണ്ടത്. അപ്പോൾ മൊത്തം ഭാഗവതം കേൾക്കാൻ നമ്മളിൽ എത്ര പേരുണ്ടാകും നമുക്കറിയില്ല. എന്നാൽ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതേപോലെ നമുക്കിപ്പോൾ 4, 5, 10 പേര് വെച്ചാണ് ഭാഗവതം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് 50ഓളം ഡിവോട്ടീസ് ആവറേജ് എല്ലാ ദിവസവും കൃഷ്ണകൃപയാൽ കയറുന്നുണ്ട്. നമുക്കതൊരു 100 പേരെയും 1000 പേരെയും ഒക്കെ ആക്കിയെടുക്കാൻ ഭഗവാൻ അവസരം തരട്ടെ. ഡെയിലി ഭാഗവതം കേൾക്കാനുള്ള മഹാഭാഗ്യം എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ക്ലാസ് എടുക്കുന്നതോ നല്ല നല്ല ഡിവോട്ടീസിന്റെ മനോഹരമായ ക്ലാസ്സും ഭഗവാന്റെ കൃപയാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ അവസരം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ പ്രീച്ച് ചെയ്യുന്നവർക്ക് റെഗുലറായിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ ലിങ്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്യണം. ഇതൊരു നല്ലൊരു പ്രീച്ചിങ് പ്രോഗ്രാമാണ്. പ്രഭുപാദും ചൈതന്യ മഹാപ്രഭുവും വളരെ ഹാപ്പി ആവും ഈ സേവ നമ്മൾ ഏർപ്പെടുമ്പോൾ. ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കിളിൽ ആരൊക്കെയാണോ നമ്മൾ പ്രീച്ച് ചെയ്യുന്നത് അവർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതൊരു നമ്മുടെ എല്ലാവരുടെയും പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രീച്ചിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമായി രാവിലെ നടക്കുന്ന ഭാഗവതം ക്ലാസ്സും 8 മുതൽ 9 മണി വരെ, ഉച്ചയ്ക്ക് വൈകുന്നേരം നടക്കുന്ന ചൈതന്യ ചരിതാമൃതം ക്ലാസ് 5 മുതൽ 6 മണി വരെ, രാത്രി 7 മുതൽ 8 മണി വരെയുള്ള ഭഗവത്ഗീത ക്ലാസ്. ഈ 3 പ്രോഗ്രാമും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അവരവർ പ്രീച്ച് ചെയ്യുന്ന സർക്കിളിൽ നിന്നും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഭാഗവതം ഭഗവത്ഗീത ചൈതന്യ ചരിതം കേൾപ്പിക്കാനുള്ള അവസരമായി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 3 ക്ലാസ്സിലൂടെ ഇത്രയധികം ആൾക്കാരെ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഈ രാവിലത്തെ ഭാഗവതം ക്ലാസ്സിലൂടെയും വൈകിട്ടത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലൂടെയും അതുപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ്സിലൂടെയും നിങ്ങൾക്ക് ഇത്രയും പേരെ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ പ്രാപ്തമാക്കി തന്ന കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാതാജിക്ക് ഞാൻ ശരിക്കും നന്ദി പറയുകയാണ്. കാരണം ഇതൊരു വലിയ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത്രയും പേര് കൃഷ്ണനെ ഭഗവാനെ പറ്റി കേൾക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ് പ്രഭു. മാതാജി, നിങ്ങൾക്ക് 2 പേർക്കും അതിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട് മാതാജി, ആ ഉദ്യമത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ അത് ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളെല്ലാവരും, ഇതെല്ലാ ഡിവോട്ടീസും ഇപ്പൊ മാതാജി, പ്രഭു, മറ്റുള്ള ഡിവോട്ടീസ് എല്ലാവരും ഒരു ദിവസം അവരവരുടെ റിയലൈസേഷൻ പങ്കുവെച്ച് വന്നപ്പോൾ ഇതൊരു വലിയൊരു സക്സസ് പ്രോഗ്രാമായി മാറി ഭഗവാന്റെ കൃപയാൽ. അപ്പൊ നമ്മൾ ഈ ഉദ്യമം നമ്മളെല്ലാവരുമാണ് മാതാജി, എല്ലാവരും. ആൾ ഗ്ലോറീസ് ടു വൈഷ്ണവാസ്. എല്ലാ ഡിവോട്ടീസിനും അതിന്റെ ഗ്ലോറി ഉണ്ടാവും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ.
Hare Krishna. Thank you very much, Prabhu, for arranging Devagi Nandan Prabhu's class. Thank you very much. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. കഥാമൃത പ്രഭുവിനും ഐശ്വര്യമാജിക്ക് സ്പെഷ്യൽ താങ്ക്സ്. മാതാജി പറഞ്ഞ പോലെ ഈ ഒരു ബിസി ഷെഡ്യൂളില് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എന്തായാലും എല്ലാവരുടെയും എല്ലാ വൈഷ്ണവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന് ഒരു മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്ത് ഐശ്വര്യമാജി ആക്ച്വലി പ്രഭു ഇങ്ങനെ എല്ലാ ഡിവോട്ടീസിനെയും കണ്ടുപിടിച്ചു കൊടുക്കും. മാതാജി അത് വളരെ ക്ലിയർ ആയിട്ട് ഓരോ ദിവസത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് ഒരു മാസത്തിന്റെ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു പ്രഭു ആൻഡ് മാതാജി. അതുപോലെ ദേവീനന്ദ പ്രഭുവിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് പ്രഭു. ഹരേ കൃഷ്ണ. Thank you, Majis. Thank you, Prabhu. Hare Krishna. വ്യക്തമാക്കി. Close ചെയ്യാം, Majis.